എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങോട്ട് പോകണോ അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. മഴയെ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, മഴ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. സോ എല്ലാവരും എൻജോയ് ദ റെയിൻസ്, ഫോക്കസ് ഓൺ യുവർ ലൈഫ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നല്ല തുടക്കമാട്ടെ. നിങ്ങൾക്കറിയാം, ഇന്ന് ഈ സ്പെഷ്യൽ മീറ്റിംഗ് നമുക്കറിയാം മുഹറത്തിന്റെ സമയമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്ത് എല്ലാ ടീമും ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. ആവശ്യമുള്ളൊരു മീൻസ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്ന് ആബ്സെന്റ് ആയിരിക്കും. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് വിഷയം എന്ന് പറഞ്ഞാല് ബി യുവർ ഓൺ ബോസ്. നിങ്ങളുടെ ഓൺ ബോസ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ മാറാൻ പറ്റും? കാരണം നമ്മൾ പല ആൾക്കാരും ജീവിതത്തില് നമുക്ക് ഫ്രീഡം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രീഡം ഉണ്ട്. ആർക്കും ഫ്രീഡം ഇല്ലാത്ത എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. എന്തിനൊക്കെയാണ് ഈ ഫ്രീഡം ഉള്ളത്? നമ്മൾ ശരിക്കും പറഞ്ഞാല് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലുമൊക്കെ കുറിച്ച് വെക്കാനുള്ള ഫ്രീഡം ഉണ്ട്, വഴിയെ നടക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അതായത് നമുക്ക് 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി, പൊളിറ്റിക്കലി ഫ്രീ ആയി. പൊളിറ്റിക്കലി ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ നമ്മൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. ബ്രിട്ടീഷേഴ്സിന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള രാഷ്ട്രമായിട്ട് മാറി. അപ്പൊ അന്ന് നമ്മൾ ഫ്രീ ആയി എന്നുള്ളതിന്റെ അർത്ഥം നമ്മളെല്ലാവരും ഫ്രീ ആണെന്നുള്ളതല്ല. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്? അതിപ്പം ലേഡീസ് മാത്രമല്ല, ആണുങ്ങളാണെപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പലപ്പോഴും പറ്റാറില്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ട് വേണം തീരുമാനം എടുക്കാൻ. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുന്ന ഒരാള് ലീവ് വേണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങാൻ നോക്കണം, സാമ്പത്തികമായിട്ട് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. ഒരു യാത്ര പോകണം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്തുമാത്രം പ്ലാനിങ് നമുക്ക് ആവശ്യമുണ്ട്, അല്ലെ? അതേസമയത്ത് നമ്മുടെ നാട്ടില് ഇപ്പം യൂസഫ് അലി 500 കോടിയുടെ പ്ലെയിൻ മേടിച്ചു നമ്മൾ കണ്ടു. 500 കോടിയുടെ പുതിയൊരു പ്ലെയിൻ. പഴയ പ്ലെയിന് ഒരു 3-4 വർഷമായി, 4-5 വർഷമായി, എന്ന് പഴയതായി. എന്നാൽ പുതിയ മേടിച്ചാൽ 500 കോടി രൂപ. അപ്പൊ അത് എത്ര പാവങ്ങൾക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിക്കുന്നില്ല. അതുപോലെ അംബാനി 5000 കോടിയുടെ കല്യാണം നടത്തി. 5000 ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. നമ്മളൊന്നും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന ആൾക്കാരോ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും പല ആൾക്കാരും നടത്തുന്നു കാണുമ്പോൾ നമുക്കും ചില ആഗ്രഹങ്ങളൊക്കെ തോന്നാറില്ല. എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? അത് ചിലപ്പം ഒരു എക്സ്ട്രാവാഗന്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനെ കുറിച്ചായിരിക്കില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം, നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് സമാധാനപരമായിട്ടുള്ള, ആരോടും ചോദിക്കാത്തൊരു ജീവിതം നയിക്കുക എന്നുള്ള എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു 95% ആൾക്കാർക്ക് അത് പറ്റാറില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഈ ബിസിനസ്സിനകത്ത് വന്നതിന്റെ പ്രധാന കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിന് അതിനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതും എനിക്കറിയാവുന്ന നിരവധി ആൾക്കാർ ബിസിനസ് ചെയ്യുന്നതും ജീവിതത്തിൽ ഒരു ഫ്രീഡം ഉണ്ടാകുക, അതായത് ഫിനാൻഷ്യലി അതുപോലെ തന്നെ ബാക്കി എല്ലാ തരത്തിലുള്ള ഫ്രീഡം ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ തീരുമാനം എടുക്കണം. ഐ എം ഗോയിങ് ടു ബി മൈ ഓൺ ബോസ്. ഞാൻ എന്റെ തന്നെ ബോസ് ആകാൻ തീരുമാനിച്ചിരിക്കുന്ന ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് എ ഡിഫറെന്റ് ബോസ്. അത് മതി. എന്നെ കൂടാതെ ഒരു ബോസ് ഉണ്ടാകാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ട തീരുമാനം. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഒരു എക്സ്ട്രാ ഓർഡിനറി സക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. അതായത് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാർ അവരുടെ ജീവിതത്തില് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഞാനിപ്പോ ഒരു ബുക്കിനകത്ത് 2 വാക്ക് വായിക്കുമായിരുന്നു. കാരണം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. ഇപ്പൊ എന്റെ അടുത്തുള്ള ഒരു ബുക്കാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ ഈ സൂം മീറ്റിംഗ് സെറ്റ് ചെയ്ത് 10 മിനിറ്റ് കിട്ടുമ്പോൾ ഇത് വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ ബുക്ക് ഞാൻ വായിച്ച് പല പ്രാവശ്യം വായിക്കലാണ്, ഒന്നുകൂടെ വായിച്ച് തീർക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇന്ന് വായിച്ചൊരു സംഭവമാണ് ബി 100% റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു ആർ പ്ലാനിങ് ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്യുന്നു അതിന് 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ആൾക്കാർ ഈ ബിസിനസ്സിൽ ഒരു എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു. Efficiency is something where you focus everything, align every energy to a certain point. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ എഫിഷ്യൻസി ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എഫിഷ്യന്റ് ആകാറില്ല. ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബുക്കും പേപ്പറൊക്കെ എടുക്കുക, നിങ്ങൾക്ക് എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഗൈഡ് നമ്മൾ തന്നിട്ടുണ്ടാവും. ആ സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്ത് നിരവധി കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടപ്പ് ഗൈഡ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കയ്യിൽ കാണും. സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്തുണ്ട്. ഇതൊരു സിമ്പിൾ സാധനമായിട്ട് കണക്കൂട്ടുണ്ട്. അതിനകത്ത് ഇതൊരു സാധനം മാത്രം മതി നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്ത് ശരിക്കും പറഞ്ഞാല് നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങൾ അത് നിങ്ങൾ തുറന്നു വെച്ചാൽ കയ്യിലോട്ട് തുറന്നു വെച്ചാൽ അതിനകത്തുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ ബി യുവർ ഓൺ ബോസ്. നിങ്ങളുടെ ബോസ് ആയിട്ട് മാറുക എന്നുള്ള സാധ്യത തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ബിൽഡ് യുവർ ബിസിനസ് വിത്ത് പാഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ബെറിഡേക്ക് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സെൽഫി പോയിന്റ്സ് ആയിരുന്നു. ഇതിൽ 4 എണ്ണം ഉണ്ടായിരുന്നു, 6 എണ്ണം ഉണ്ടായിരുന്നു. എത്ര പേര് അതിനകത്ത് ഫോട്ടോ എടുക്കുന്നു, എത്ര പേര് സ്റ്റേറ്റസ് ഇട്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സാധനം ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുക, ഇത് പോസ്റ്റ് ചെയ്യുക, ഇത് ഫോട്ടോ എടുക്കുക ഒക്കെ തന്നെ. കാരണം നമ്മൾ എന്റെ ഹൈറ്റിൽ ഏകദേശം വെച്ചിരിക്കുന്നത് 6 അടി ഹൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ 6 അടി ഹൈറ്റിലുള്ള ഒരു സാധനം നമ്മൾ അതിന്റെ കൂടെ നിന്ന് നമ്മൾ ഫോട്ടോ
ഫോട്ടോ ഇടുമ്പോൾ അതിനേക്കാളും കൂടുതൽ പ്രചാരണം നമുക്ക് കിട്ടാനില്ല. മമ്മൂട്ടി ഇന്ദുലേഖ എന്നുള്ള സോപ്പിന്റെ അടുത്തോ മഞ്ജു വാര്യര് കിച്ചൺ ട്രഷേഴ്സിന്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഫോട്ടോ എടുത്തുകൂടാ, നമുക്ക് എന്തുകൊണ്ട് ആൾക്കാരിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അത് നമ്മളെ ഇന്ന് ബിസിനസ്സിനകത്തൊരു പാഷൻ വേണം, ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തൊരു പാഷൻ വേണം. ഇനി ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ ഒരു ബിസിനസ് എന്തിന് നമ്മൾ ചെയ്യണം? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എ കോമൺ മാൻ. ഒരു സാധാരണ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള അവസരമാണ് ഡയറക്ട് സെല്ലിംഗ്. വളരെ ലളിതമായിട്ടുള്ള ബിസിനസ്, അതിനകത്ത് കോമൺ സെൻസ് മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാവുന്ന ഒരു കരിയറാണ്. പക്ഷെ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് ഒരു പണി ഇല്ലാത്തപ്പോ എന്നാ പോയി ചെയ്തേക്കാന്നുള്ളതല്ല. ഏത് കാര്യം ചെയ്താലും അതിനകത്ത് നമ്മൾ കുറച്ച് ഫോക്കസ് നമുക്ക് ആവശ്യമാണ്. ഒരു ദിവസത്തിൽ നിശ്ചിത ശതമാനം സമയം അതിനുവേണ്ടി ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം. ആ നിശ്ചിത ശതമാനം സമയം ഒരു വീക്കിലോ ഒരു ഡേയിലോ നിങ്ങൾ മാറ്റി വെച്ചാൽ, കൺസിസ്റ്റന്റ് ആയിട്ട് മാറ്റി വെച്ചാൽ, എല്ലാ പരിപാടികൾക്ക് ഇടയിരുന്ന സമയം കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു സസ്റ്റൈനബിൾ ബിസിനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഫുൾ ടൈം ആയിട്ട് ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ആറ്റിറ്റ്യൂഡോടുകൂടി ചെയ്യാം. ആറ്റിറ്റ്യൂഡ് അതിന് വേണ്ടിയിട്ടുള്ള മനോഭാവത്തോട് ചെയ്യാം. നമുക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാം, എക്സ്ട്രാ ടൈം ഉണ്ടാക്കാം, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞ് നമ്മൾ ആൾക്കാർ കേട്ട് ബോറടിച്ചിട്ടുണ്ട്. പക്ഷെ കേട്ട് ബോറടിച്ചാലും ചെയ്യുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേട്ട് ബോറടിക്കാന്നുള്ള ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സക്സസ് ബറി ഗ്ലോബൽ എന്നാണ് നമ്മുടെ ടീം അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടാണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി കിട്ടാൻ ഒരു ചാൻസും ഇല്ല, നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ എങ്ങനെ നോക്കിയാലും ഏത് ആംഗിളിൽ നോക്കിയാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇത്. വേറെ ഒന്നും കൊണ്ടല്ല, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കകത്ത് നിന്ന് നൂറുകണക്കിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. എന്നാൽ ഞാൻ ഒരാളോട് സംസാരിച്ച് പറഞ്ഞാല് തീപ്പട്ടിക്കൂട് പോലെയാണ് നിരവധി കമ്പനികൾ വരുന്നു പോകുന്നു, ഇത് ഉപേക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ നിരവധി കമ്പനികൾ വരുന്നു പോകുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 10-11 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ബിസിനസ് ഗ്രോ ചെയ്യുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സക്സസ് ക്രിയേറ്റ് ചെയ്തുള്ള കമ്പനികൾ കൂടെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, നമ്മൾ എന്ത് ചെയ്താലും ഏറ്റവും നല്ലതിലൂടെ നിൽക്കാം. നമ്മളൊരു ബ്രാൻഡ്, ഇപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ആപ്പിളിന്റെ ആണ്. ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല എന്നെ ഇപ്പോഴാക്കി പറ്റുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്, ഇതിനേക്കാളൊക്കെ കൂടി ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഒരു യൂസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ലാപ്ടോപ്പ് എന്ന് കണക്ക് കൂട്ടുന്നത് ആപ്പിളിന്റെ ആണ്. അതുപോലെ ഞാൻ യാത്ര ചെയ്യുന്നതിന് നല്ല വണ്ടിയിൽ യാത്ര ചെയ്യാം, ഞാൻ ഇടുന്ന ഡ്രസ്സ് നല്ല ഡ്രസ്സ്, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കുറെ പ്രാക്ടീസ് ആണ്. ചെയ്യാവുന്ന അത്രയും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മള് അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് വന്നാൽ നമ്മൾ ഏറ്റവും നല്ല കമ്പനികളോട് അസോസിയേറ്റ് ചെയ്യാം. ഇന്ത്യയിലെ നമ്പർ 1 അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ ലക്കിയാണ്, നമ്മളെല്ലാവരും അസോസിയേറ്റ് ചെയ്യുന്നത് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഒരു നമ്പർ 1 കമ്പനിയുടെ കൂടെയാണ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ വിജയിക്കാം? ഒന്ന്, നമുക്ക് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 110ഓളം പ്രൊഡക്റ്റുകൾ കമ്പനിക്കുണ്ട്. ആഗ്രോ ആയിക്കോട്ടെ, വെൽനസ് ആയിക്കോട്ടെ, ഹോം കെയർ, പേഴ്സണൽ കെയർ എല്ലാം ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളുടെ അതിനകത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് സക്സസ് ബറി ഗ്ലോബൽ. ഇത് നമ്മളുടെ ഒരു മീറ്റിംഗ് നമ്മള് കഴിഞ്ഞ നമ്മള് ആർട്ട്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ കഴിഞ്ഞ മെയ് 20 2023 മെയ് 20 നടത്തിയ നമ്മളുടെ ഒരു ലീഡർഷിപ്പ് മീറ്റ് എന്ന് വേണം പറയാം, അല്ലെങ്കിൽ നമ്മളൊരു എക്സൈറ്റ്മെന്റ് മീറ്റിംഗ് എന്ന് പറയാം. 2500 കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത ഒരു ഇവന്റ് ആണ്. ഏഷ്യാനെറ്റിന്റെ ഒക്കെ അവാർഡ് നൈറ്റ്സ് നടക്കുന്ന വേദിയിലായിരുന്നു നമ്മൾ ചെയ്തത്. നമ്മള് ശരിക്കും ഏഷ്യാനെറ്റിന്റെ അവാർഡ് നൈറ്റ് ആദ്യകാലത്തൊക്കെ നടത്തിയതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് നടത്താം. ഇന്ന് അവർ ഭയങ്കര 5-6 കോടി രൂപയുടെ ഈ പ്രൊജക്ടുകളാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഹയർ ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ LED സ്ക്രീനുകളും അതുപോലെ തന്നെ വലിയ പെർഫോമൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും പലരും. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ സ്റ്റേജിൽ കാണുന്ന എല്ലാം തന്നെ ഈ ബിസിനസ്സിനകത്ത് ആ സമയത്ത് സക്സസ്ഫുൾ ആയിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇന്ന് അവരെല്ലാം ഉണ്ട്, അതിനേക്കാളും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഇതുപോലെ സ്റ്റേജിൽ കയറ്റി അതിന്റെ ഇരട്ടി സ്റ്റേജ് വേണം. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ ഒരു വർഷം കൊണ്ട് ബിസിനസ് വളർന്നിട്ടുണ്ട്. അത്രയധികം സക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 7 സ്റ്റെപ്സ് ആണ് വെറി 007 എന്ന് പറയും. നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ഏത് ബിസിനസ് ചെയ്യണമെങ്കിലും ഏത് കാര്യം ചെയ്യണമെങ്കിലും അതിന് സിസ്റ്റം വേണം. ആ സിസ്റ്റം ഫോളോ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ വെറി 007 എന്ന് പറയുന്നത്. നമുക്കറിയാം 7 സ്റ്റെപ്പുകൾ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, 7 സ്റ്റെപ്പുകൾ നമുക്ക് ബിസിനസ്സിനകത്ത് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ബിസിനസ്സിനകത്തോട് വിജയിക്കാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ലളിതമായിട്ട് കാണാൻ ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് വിടാറുണ്ട്. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്, ലളിതമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസിന്റെ പുറകെ പോവുകയാണ്. വെറുതെ കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ കിട്ടാവുന്ന ഒത്തിരി ആൻസറുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് കൂട്ടി കൊളവാക്കി എവിടെയൊക്കെ എത്തിച്ചേരും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് വരുന്നില്ല. നമ്മൾ ഈ ബിസിനസ് വിജയിക്കാനുള്ള 7 സ്റ്റെപ്പുകളെ കുറിച്ച് പറയാം.
Berry007 എന്നുള്ള ഇതാണ് നമ്മളെ സ്റ്റാർട്ടപ്പ് ഗൈഡ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സക്സസ് മന്ത്ര എന്നുള്ള രീതിയിൽ Berry007 കുറിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ വേറെ ദിവസം സ്റ്റാർട്ടപ്പ് ഗൈഡ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് ട്രെയിനിങ് എടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ബിസിനസ്സിനകത്തുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാവ് പവർഫുൾ ഡ്രീംസ് ആൻഡ് ഗോൾസ്. നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ട് ഡ്രീംസും ഗോൾസും ജീവിതത്തിൽ ഉണ്ടാവണം, എങ്കിലേ ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. കാരണം ഈ ബിസിനസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബിസിനസിന്റെ തുടക്കകാലത്ത് ഈ ബിസിനസ് വളരെ ടഫാണ്. ടഫ് എന്ന് പറഞ്ഞാൽ വലിയ കാശ് മുടക്കം അങ്ങനെയൊന്നും അല്ല. ഈ ബിസിനസ് ചില ആൾക്കാരിൽ കൂടെ ഒന്ന് കടന്നു പോകണമെങ്കിൽ വലിയ പാടാണ്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ ഒരു ടീം മീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 മണി കഴിഞ്ഞിട്ട് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ വേറെ എന്തൊരു കാര്യത്തിന് ഈ എന്റെ മൊബൈൽ തുറന്നപ്പം അതിനകത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കയറി. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി ട്രൈപ്രൊണിയർ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അവരുടെ ഡോളി ജെ എന്നുള്ള ഒരു ലേഡിയുടെ വീഡിയോ ആണ്. 40 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു. 40 മിനിറ്റ് എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4-5 പ്രാവശ്യമായിട്ട് അത് കണ്ടു. കാണേണ്ട സംഭവമാണ്. അതായത് ഒരു നല്ല വെൽ ഓഫ് ഫാമിലിയിൽ നിന്ന് ഒരാൾ വന്ന് സാരി ഉടുപ്പിക്കുന്ന ഒരു പ്രൊഫഷനിലേക്ക് വന്നു. അവരുടെ ആദ്യത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 250 രൂപയായിരുന്നു. 250 രൂപയ്ക്ക് അവർ ഓരോ വീട് കയറി ഇറങ്ങി സാരി ഉടുപ്പിച്ചപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ, കാരണം അവർ വലിയ വെൽ ടു ഡു ഫാമിലി എന്നാണ് അവരുടെ അയൽവക്കക്കാരും അവരുടെ ബന്ധുക്കളും അവരുടെ സ്വന്തം അമ്മായിയമ്മയും ഉൾപ്പെടെ പറഞ്ഞ വാക്കുകൾ. ആ സമയത്ത് കൂടെ നിന്ന് ഒരാളുള്ള അവരുടെ സ്വന്തം അച്ഛൻ, ഭർത്താവ് പോലും അത്ര എളുപ്പമായിട്ട് നിൽക്കുന്നതല്ല. പക്ഷെ ഇന്ന് അവരൊരു സാധാരണ ഇന്ന് സെലിബ്രിറ്റീസിന്റെ ഒക്കെ സാരി ഉടുപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പൊ അവരിപ്പം അംബാനിയുടെ കല്യാണത്തിന് അവർ സാരി ഉടുപ്പിക്കാൻ പോയി. അവർ ചാർജ് ചെയ്ത എമൗണ്ട് അവർ പറഞ്ഞില്ല. പക്ഷെ നമുക്ക് അവരെ അംഗത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ 10 ലക്ഷം രൂപ ഒരു സാരി ഉടുപ്പിക്കാനായിട്ട് ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്തു. അവരെ ഇന്ന് യൂട്യൂബിൽ ചെയ്താൽ മനസ്സിലാകും. ഒരാളെ സാരി ഉടുപ്പിക്കാൻ 2 ലക്ഷം രൂപയുടെ മുകളിലാണ് അവർ വാങ്ങുന്നത്. 2 ലക്ഷം രൂപയുടെ മുകളിൽ 2 ലക്ഷം രൂപ സാരി ഉടുപ്പിക്കാൻ അവിടെ ബ്യൂട്ടി പാർലറിൽ ചെന്ന് 500 രൂപയ്ക്ക് സാരി ഉടുപ്പിച്ചത്. അപ്പൊ ഈ 500 രൂപയ്ക്ക് സാരി ഉടുപ്പിക്കുന്നതും 2 ലക്ഷം രൂപ സാരി ഉടുപ്പിക്കുന്നവരുടെ സാരിയുടെ വ്യത്യാസമല്ല, ഇത് ചെയ്യുന്നവന്റെ പ്രൊഫഷണലിസം ആണ് പ്രത്യേകത. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് ഈ പ്രശ്നമുണ്ടോ? തുടക്കത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ്സും വരും, എല്ലാ തരത്തിലുള്ള ബ്ലോക്കേജസും വരും, എല്ലാ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും വരും. നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ, ഇത്ര ആൾക്കാർക്ക് നമ്മുടെ ജീവിതത്തിൽ താല്പര്യം ഉണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോകും. അത്രയധികം വിഷമം വരുന്നു. പക്ഷെ അതൊന്ന് ക്രോസ് ചെയ്താൽ 250 രൂപയ്ക്ക് സാരി ഉടുപ്പിച്ച് തുടങ്ങിയവര് 17 വർഷം കഴിഞ്ഞപ്പോ അവര് ഇന്ന് ഏറ്റവും കുറഞ്ഞ 100 കോടിയിൽ കൂടുതൽ ആസ്തിയുള്ള ഒരു വ്യക്തിയായി. 250 രൂപയ്ക്ക് സാരി ഉടുപ്പിച്ച് തുടങ്ങിയ കഥാപാത്രത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മൾ ലോകത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഒത്തിരി ആൾക്കാർ എതിർക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വിശ്വാസമുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ചെയ്യുക. കാരണം ആൾക്കാരുടെ എതിർപ്പ് കൂടുന്തോറും നമ്മൾ ചെയ്യുന്നത് ശക്തമായിട്ട് നമുക്ക് നല്ല കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ലീഗൽ ആയിരിക്കണം, ലെജിറ്റിമേറ്റ് ആയിരിക്കണം. അല്ലാതെ ഇല്ലീഗൽ കാര്യങ്ങൾ ചിലപ്പോൾ ആൾക്കാർ എതിർക്കുമായിരിക്കും. അതല്ല, അല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ സംഭവങ്ങൾ നല്ല രീതിയിൽ ചെയ്യാം. അപ്പൊ ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് പവർഫുൾ ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ടാവണം. 2, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഏത് കാര്യം ചെയ്യണമെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. 3, ഡെയിലി ആക്ടിവിറ്റീസ്. നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇതിനു വേണ്ടി ചെയ്യണം. 4, നിങ്ങളുടെ കൂടെ വരുന്ന ഏതൊരു ഡിസ്ട്രിബ്യൂട്ടറെയും നല്ല രീതിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുക. 5, നിങ്ങൾക്ക് 2 ഓർഗനൈസേഷൻ വേണം, അവർക്ക് 1ഉം 2ഉം. അതിൽ 2ലും ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുക. 6, നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം. ഒരു മെന്ററെ ഉണ്ടാകാവൂ, ഒരു മെന്റർ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ അപ്ലൈൻ ആയിരിക്കണം, നിങ്ങളോട് വർക്ക് ചെയ്യുന്ന അപ്ലൈൻ ആയിരിക്കണം. നിങ്ങളോട് വർക്ക് ചെയ്യാത്ത ഒരു അപ്ലൈനെ നിങ്ങൾ മെന്റർ ആക്കിയാൽ, നിങ്ങൾ ക്രോസ് ലൈനെ നിങ്ങൾ മെന്റർ ആക്കിയാൽ, നിങ്ങളുടെ വഴിയിൽ പോകുന്ന യൂട്യൂബറിനെ മെന്റർ ആക്കിയാൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. ആൻഡ് 7ാമത്തെ കാര്യം, ഏൺ വീക്ക്ലി ആൻഡ് മന്ത്ലി കമ്മീഷൻസ്. നിങ്ങൾക്ക് വീക്ക്ലി കമ്മീഷനും മന്ത്ലി കമ്മീഷനും വെച്ച് 5 വരുമാനം ഒരു മാസം വാങ്ങാൻ പറ്റും. അത് നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഇത് ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ, ഈ ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ബിസിനസ് ഇസ് ഓൺലി ഫോർ ഡ്രീമേഴ്സ്. ഈ ബിസിനസ് നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ സ്വപ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടുള്ള മാത്രമുള്ള ബിസിനസ്സാണ്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഗൈഡ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു പേജ് ഉണ്ട്. അതിനകത്ത് ഈ പേജിനകത്ത് ലൈഫ് ബഡ്ജറ്റ് 2030 2030 വരെ ലൈഫ് ബഡ്ജറ്റ് നമ്മളൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ സാധിച്ചാൽ, ഇതിനകത്തുള്ള എല്ലാ കോളം ഫില്ല് ചെയ്താൽ ഇത് തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 റീസൺസ് കിട്ടും ബിസിനസ് ചെയ്യാനായിട്ട്. ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ള അടുത്ത 10 വർഷത്തെ 2030 വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ജീവിതത്തിൽ വരും, അത് നിങ്ങളുടെ കുട്ടികളുടെ പഠിത്തമോ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ 2030 വരെ ഇപ്പൊ ചെയ്യുന്ന ജോലി ചെയ്താൽ നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത് മതിയെങ്കിൽ ജീവിതത്തിൽ അത് ധാരാളമാണെങ്കിൽ ബിസിനസ് ചെയ്യുക, വേണ്ട നിർത്തിക്കുക, വേറെ ഒന്നും വെറുതെ സമയം കളയുന്നു. ഇനി അതല്ല, നിങ്ങൾക്കുള്ള വരുമാനത്തെക്കാളും ആവശ്യം കൂടുതലാണെങ്കിൽ ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല?
അപ്പൊ അങ്ങനെ ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് തന്നെ കുറെ കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഈ ബിസിനസ് 100% ജീവിതത്തിൽ സ്വപ്നങ്ങളുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വലിയ സ്വപ്നങ്ങളുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള. സോ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ബിഗ് ഈസ് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നം എന്തുമാത്രം വലുതാണ്? ഞാൻ ഉറപ്പ് പറയാതെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 90% ആൾക്കാരുടെ സ്വപ്നം ചെറുതായിരിക്കും. ചെറിയ ചെറിയ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയൊരു സ്വപ്നം കാണാൻ നമ്മൾ ട്യൂൺഡ് അല്ല, നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗൈഡൻസോ ഓറിയന്റേഷനോ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ നമ്മുടെ ബിസിനസിന് വേണ്ട സാധനത്തിലോട് നമ്മളിപ്പോ ഞാൻ പറയുന്നത്, എനിക്ക് താല്പര്യമുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നത്. ഇത് അറ്റൻഡ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് ഇത് താല്പര്യം ഇല്ലാത്തവരുണ്ടാവും. നിങ്ങൾ വിട്ടുകളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കണ്ടുപിടിക്കാം. എന്നെ സംബന്ധിച്ചിട്ട് ഐഫോണിന്റെ ഒരു ഫോൺ മേടിക്കണം എന്നുണ്ടായിരുന്നു. ഐഫോണിന്റെ ഫോൺ ഇറങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഐഫോണിന്റെ തുടക്കകാലത്ത് മേടിച്ചു, അത് കഴിഞ്ഞിട്ട് വേറെണ്ണം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് പോയി. ഐഫോണിന്റെ 14 ഇറങ്ങിയ സമയത്ത് 14 പ്രോ മാക്സ് എന്നൊരു സാധനം മേടിച്ചു 1,50,000 രൂപ. 1,50,000 ഫോൺ കൊണ്ട് ഞാനിപ്പോ 2-2.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഫോൺ വേറെ ഇല്ല ലോകത്ത്. ആൻഡ്രോയിഡിന്റെ ഏറ്റവും കൂടിയ ഫോൺ S22 ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അന്ന് അതിന് 1.25 ലക്ഷം മേടിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവും. ഇതിന് യാതൊരു പ്രശ്നവും സോഫാർ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് ഞാൻ ഒത്തിരി ഇമെയിൽ അയക്കുന്ന ആൾക്കാർ, അത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഞാൻ പലപ്പോഴും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊക്കെ ഇന്ന് വരെ ഒരു തടസ്സമില്ല. സീംലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. തന്നെയല്ല, ആപ്പിളിന്റെ ഐഫോണോ ആപ്പിളിന്റെ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ ഇതിൽ ഓപ്പൺ ചെയ്യുന്ന സാധനം എല്ലാം എനിക്ക് അതിന്റെ ബാക്കി എന്റെ ലാപ്ടോപ്പിൽ കാണാൻ പറ്റും. അതെല്ലാ ഫോണിലും പറ്റും, ആൻഡ്രോയിഡിലും പറ്റും. പക്ഷെ അങ്ങനെ വളരെ സീംലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് 1,50,000 രൂപ. നമുക്ക് 10,000 രൂപയ്ക്ക് ഫോൺ കിട്ടും. 1,50,000 ഫോൺ എന്തിനു വേണം? ഇത് മനുഷ്യന്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ആഗ്രഹമുണ്ട് ചിന്തിച്ചുകൂടാ? അതല്ലെങ്കിൽ വാച്ച് എനിക്ക് താല്പര്യമുള്ളതാണ്. ഈ പറയുന്ന ആദ്യത്തെ 3 വാച്ച് എനിക്കുണ്ട്. 4ാമത്തെ വാച്ചാണ് ഞാനിപ്പോ ഈ വർഷം, അടുത്ത വർഷം മാർച്ചിന് മുമ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഈ ഒരു വാച്ചാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അല്ല, വാച്ചിലല്ല നമ്മളെ സമയം നോക്കുന്നത്. ആദ്യത്തെ 3 വാച്ച് എനിക്കുണ്ട്. വാച്ചിലല്ല നമ്മളെ സമയം നോക്കുന്നത്. വാച്ചിൽ സമയം നോക്കുന്നതിനാൽ ഒരു എന്നെ സംബന്ധിച്ചൊരു, എനിക്കറിയത്തില്ല, അത് സന്തോഷമാണ് വാച്ച് കൈ കിട്ടുമ്പോൾ. അതൊരു രസമാണ്. ഈ ടിസോയുടെ വാച്ച് ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ എനിക്ക് 14 വർഷമായി. 4 പ്രാവശ്യം ബാറ്ററി മാറിയതല്ലാതെ ഇന്ന് വരെ അതിനകത്ത് ഒരു സാധനം ഉണ്ടായിരുന്നു. 14 വർഷം മുമ്പ് ഫുജിറായിന്ന് മേടിച്ചാണ് ആ സാധനം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലോകത്തിലെ ഏറ്റവും തിന്നസ്റ്റ് വാച്ച് ആയിരുന്നത് ഇറങ്ങിയ സമയത്ത് അതിന്റെ കയ്യിലുള്ള വാച്ച് ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതും മേടിച്ചൊരു 10-12 വർഷമായി. ഇത് കൂടാതെ വേറെ 4-5 വാച്ച് വേറെ ഉണ്ട്. ഇത് കൂടാതെ എനിക്ക് G-Shock ഉണ്ട്. അങ്ങനെ പല സാധനമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ വാച്ചുകളൊക്കെ ഇതുപോലെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യം വിട്ടുകളെ നിങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടുപിടിക്കുക. കാറുകൾ, എത്രയോ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാറുകളൊക്കെ കാണുമ്പോൾ പോയി നിൽക്കാറുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്രെറ്റ വാങ്ങിക്കൂടാ? എന്തുകൊണ്ട് ഒരു കുഷാപ്പ് വാങ്ങിക്കൂടാ? എന്തുകൊണ്ട് ഒരു നെക്സന്റെ EV മേടിച്ചുകൂടാ? അതല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു EV മേടിച്ചുകൂടാ? എന്തുകൊണ്ട് ഒരു ഫോർച്യൂണർ മേടിച്ചുകൂടാ? നീ കുറച്ചുകൂടെ പോയാൽ എന്തുകൊണ്ട് ഒരു ബെൻസ് മേടിച്ചുകൂടാ? ഇതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് ഒരു ജാഗോർ മേടിച്ചുകൂടാ? അത് എന്റെ വണ്ടിയാണെന്ന് അറിയാം. ഈ വണ്ടി ഞാൻ മേടിച്ച സമയത്ത് ഞാനത് പ്ലാനിങ്ങിൽ പോയി മേടിച്ചു എന്നല്ല, ഒരു എക്സ്റ്റംപോർ എന്ന് പറയുന്ന രീതി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് മേടിച്ചു എന്ന് പറഞ്ഞ പോലെ മേടിച്ചൊരു സംഭവമാണ്. പക്ഷെ ഇതൊക്കെ സമയത്ത് ശരിക്കും പറഞ്ഞാല് നമ്മളിലുണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാല് അൺബിലീവബിൾ ചേഞ്ച്. എന്തുകൊണ്ടൊരു യാത്ര പോയിക്കൂടാ? താജ്മഹൽ എന്തുകൊണ്ട് കണ്ടുകൂടാ? എന്തുകൊണ്ട് മധുര മീനാക്ഷി കൂടാ? എന്തുകൊണ്ട് ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ പോയിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് പാരീസിൽ പോയിക്കൂടാ? എന്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ പോയിക്കൂടാ? എന്തുകൊണ്ട് ഇതുപോലെ വീട് വെച്ചുകൂടാ? മുബീൻ സാറിന്റെ വീടാണ്. എന്തുകൊണ്ട് ഒരു വില്ല വെച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൂടാ? ഞാൻ നിങ്ങളോട് കുറച്ച് ഗൈഡൻസ് മാത്രം രാവിലത്തെ മോർണിംഗ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. പക്ഷെ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്ത് ഇതെല്ലാം എഴുതാനുള്ള സ്ഥലമുണ്ട്. ഞാൻ പറയാം, ഇതൊക്കെ എഴുതി വെച്ചാൽ ഇതിനകത്ത് എഴുതാനുള്ള സ്ഥലമുണ്ട്. ഞാനിത് പറയുന്നത്, ഇത് ബുക്കിൽ നമുക്ക് ഒരു ഡയറി മേടിച്ചിട്ട് എഴുതി വെക്കാം. പക്ഷെ ഇതൊരു സാധനം നിങ്ങളുടെ ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയാൽ, ഇതിനകത്ത് എഴുതി വെക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫോക്കസ് ജീവിതത്തിൽ കൊണ്ടുവരാം. ജീവിതത്തിൽ എന്താണ് വേണം തിരിച്ചറിയാം. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ബാധകമല്ലായിരിക്കും, ചിലപ്പോൾ വേറെ കുറെ കാര്യങ്ങളായിരിക്കും. അത് എന്താണെന്ന് കണ്ടുപിടിക്കുക. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. ഈ സ്റ്റാർട്ടപ്പ് ഗൈഡ് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഇപ്പൊ പ്രിന്റ് ചെയ്ത് ഏകദേശം തീർന്നു. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അപ്ലയൻസിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മേടിക്കുക. നമ്പർ 1. ദെൻ റൈറ്റ് ഡൗൺ യുവർ ഡ്രീംസ്. 25 സ്വപ്നങ്ങളെങ്കിലും എഴുതുക. ഇതിനകത്ത് എഴുതാനുള്ള സ്ഥലങ്ങളുണ്ട്, എഴുതി വെക്കുക. നിങ്ങൾ അതിന്റെ ഇപ്പുറത്തൊരു ഡേറ്റ് ഇടുക. അതിനുള്ള സ്ഥലം ഇതിനകത്തുണ്ട്. ആ സ്ഥലം 25 സ്വപ്നങ്ങൾ എഴുതാനിട്ട് നിങ്ങളുടെ അപ്ലൈനുമായിട്ട് സംസാരിക്കുക. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. ഈ സ്ഥലത്ത് ഇതുപോലത്തെ കോളംസ് ഉണ്ട്, ഇതിനകത്ത് എഴുതി വെക്കുക. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു പുതിയൊരു കാഴ്ചപ്പാട് ജീവിതത്തിനെ കുറിച്ചുണ്ടാവും. സ്വപ്നങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുക. ആ സ്വപ്നങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാകുകയും നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുകയും സ്വപ്നങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ ഹൃദയത്തിന് മനസ്സിലാകുകയും അതിൽ നമ്മൾ വിശ്വസിക്കുകയും നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളോ ഒരു കൂട്ടം ആൾക്കാരോ ഒരു സിസ്റ്റം ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസം വരികയും ചെയ്താൽ ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാടാണ്. ജീവിതത്തിന് ഇന്ന് വരെ കാണാത്തൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു വലിയ കാര്യമാണ്.
ജീവിതത്തിൽ വലിയ കാഴ്ചപ്പാടുണ്ടാകുന്ന ദിവസമാണ് നമ്മൾ ജീവിതത്തിൽ പുതിയ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക. അത് മനസ്സിലാക്കുക. ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സിൽ വർക്ക് ചെയ്യുക. അല്ലാതെ വെറുതെ കുറെ പേരുടെ മുട്ടുവേദന മാറ്റാനോ ചുമ മാറ്റാനോ സോറിയാസിസ് മാറ്റാനോ ബിസിനസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ നടന്നോളും സൈഡിൽ കൂടെ. പക്ഷെ പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്ന കണ്ടാല് നമ്മൾ ശരിക്കും പറഞ്ഞാല് പല ആൾക്കാരെ നടുവേനയും മുട്ടുവേനയും മാറ്റാനും അതല്ലെങ്കിൽ അവരുടെ PCOD പ്രശ്നങ്ങൾ മാറ്റാനും നടക്കുന്ന ആൾക്കാരായിട്ട് അങ്ങനെ ഒരാളെ അല്ല നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് മറ്റേതൊരു മാർഗം മാത്രമാണ്. ലക്ഷ്യം നിങ്ങളുടെ വേറെയാണ്. പലർക്കും ലക്ഷ്യം തന്നെ ആൾക്കാരുടെ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് മരുന്നല്ല, ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് മാറ്റുക. ദെൻ രണ്ടാമത്തെ കാര്യം, ബി കമ്മിറ്റഡ്. ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്താലും അതിനകത്തൊരു കമ്മിറ്റ്മെന്റ് വേണം. ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്താലും കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് എഫിഷ്യൻസി ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പകുതി വെച്ച് ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചില കാര്യങ്ങൾ കുറച്ച് ചെയ്യും, പിന്നെ വേറെ ചെയ്യും, പിന്നെ വേറെ, ഇങ്ങനെ നമ്മൾ ഡീ ഫോക്കസ്ഡ് ആയി പോകും. ആരെയും കുറ്റമല്ല, നമ്മൾ ഒരെണ്ണത്തിൽ ഉറച്ച് ഫോക്കസ് ചെയ്ത് വിശ്വസിച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ് ആണെന്നുള്ള കാര്യം യാഥാർത്ഥ്യം തിരിച്ചറിയുക. ആ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നത്. ദെൻ അതിനെ കൂടുതൽ ഡെപ്തിൽ പഠിക്കുക. രാവിലത്തെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബിസിനസ്സിനകത്തൊരു പ്രത്യേകതയുണ്ട്. ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാം അറിയാം. കുറെ നാൾ കഴിഞ്ഞ് അതിനകത്തൊരു TC ATC DTC ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി അറിയാനുണ്ട്. നിങ്ങളൊരു STCയോ RTCയോ അറിയുമ്പോൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന വ്യക്തിക്കാണ് അന്ന് മനസ്സിലാവും എനിക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്. NTC ഒക്കെ എവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവും നമുക്ക് ഇനി കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കാരണം സംഗീതത്തിന്റെ കാര്യം പറയാറുണ്ട്, അടുക്കും തോറും അകലുന്ന മഹാസാഗരം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടെ, അത് ആലങ്കാരികമായിട്ട് പറയുന്നതായി കൂടെ ആണെങ്കിൽ കൂടെ കുറച്ചും കൂടെ മനസ്സിലാക്കാനുണ്ട് എന്നുള്ള ധാരണ കൊണ്ടാണ്. കാരണം ഈ ബിസിനസ് കാലാകാലങ്ങളായിട്ട് ചെയ്തു വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസസ് കൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ മീറ്റിങ്ങുകളും സെമിനാറുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാം. കാരണം ഇന്ന് നമ്മൾ നോക്കിയാൽ ഇന്നലെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തൊരു സാധനമുണ്ട്. 2 മന്ത്രിമാര് സംസാരിക്കുന്നു. ഒരു കേന്ദ്രമന്ത്രിയും വേറെ സംസ്ഥാനത്തിലും മന്ത്രിയും ഡയറക്ട് സെല്ലിങ്ങിന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കുന്നു. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഭാവി നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഇന്നത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വേറെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു നിലപാട് വേറെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ റീഗൻ ആകുക, റീഗ എന്നുള്ള പ്രൊജക്ടിന്റെ ഭാഗമാകുക. അറ്റ്ലീസ്റ്റ് ന്യൂട്രീഷൻ ഉപയോഗിക്കുക, എക്സസൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് ബിസിനസിനെ കാണിക്കുക. 2 ലക്ഷം രൂപയിൽ കൂടുതൽ ചാർജ് ചെയ്യുന്നു. ഇപ്പൊ 2 ലക്ഷം രൂപ എന്നൊരു 3 വർഷം മുമ്പായിരുന്നു അവരുടെ ചാർജ്. ചിലപ്പോ ഇനിയിപ്പോ അംബാനിയുടെ ഒക്കെ കല്യാണത്തിനൊക്കെ അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ 5-10 ലക്ഷം രൂപയായിരിക്കും ഒരു സാരി ഉടുപ്പിക്കാനായിട്ട് ഒരാൾ മേടിക്കുന്നത്. സാരി ഉടുപ്പിക്കാൻ 5 ലക്ഷം രൂപ മേടിക്കാനുള്ള ധൈര്യം ഈ ലോകത്ത് ഒരാൾക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കും എനിക്ക് പലപ്പോഴും നമുക്ക് മിസ്സാവുന്ന ഒരു സാധനം നമ്മുടെ കോൺഫിഡൻസ് ആണ്. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യം വെച്ച് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ബി കോൺഫിഡന്റ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ കോൺഫിഡൻസോടുകൂടി പോവുക. വെൽനസ് പ്രണീവർ എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അവരെ കുറിച്ച് NDTVയുടെ അവതാരകൻ പറഞ്ഞത്, ഹിയർ കംസ് ദ ഡ്രൈപ്പ്രന്യൂർ ഓഫ് ഇന്ത്യ. ഡ്രൈപ്പ് സാരി ഉടുപ്പിക്കുന്ന ഒരു വ്യവസായി, ഒരു സംരംഭകയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പോലും ജീവിതത്തിൽ ഒന്ന് മനസ്സ് വെച്ചാൽ എവിടം വരെ എത്തിക്കാമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ടാണ് നമ്മൾ ഇതിലാണ് നടക്കുന്നത്. എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. കണ്ണാടിയിൽ നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങൾ കഴിവുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ബി എ വെൽനസ് പ്രന്യൂർ. ഒരു വെൽനസിന്റെ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് മാറുക, വെൽനസിന്റെ ഒരു പ്രവാചകനായിട്ട് മാറുക. പലതും ചെയ്യാൻ പറ്റും. ബി എ റീഗൻ, റീഗയുടെ കൂടെ നിൽക്കുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല, നമ്മൾ പല സെഷനിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബി വിത്ത് റീഗ എന്നുള്ള പ്രൊജക്ടിന് കൂടെ നിൽക്കുക. ഒരു 10 പ്രോഡക്റ്റ് എങ്കിലും വീട്ടിൽ ഉപയോഗിക്കുക. ഹോം കെയർ, പേഴ്സണൽ കെയർ, എലിമെന്റ്സ് പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് 10 പ്രോഡക്റ്റ് എങ്കിലും ജീവിതത്തിൽ എല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾ വളർന്നാൽ ഈ ബിസിനസ് കമ്മിറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാം, എല്ലാ സെമിനാറുകളും അറ്റൻഡ് ചെയ്യാം. സമയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല, സമയം ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ആഴ്ചയിലേക്ക് ഒരു പ്ലാനിങ് നടത്തുക. ഒരു മിനിമം 10,000 രൂപയെങ്കിലും ബിസിനസ് ഞാൻ ഈ ആഴ്ച ചെയ്യുമെന്നൊരു തീരുമാനം എടുക്കുക. അത് മറ്റൊരാളുടെ ഫോൺ വിളിക്ക് കാത്തു നിൽക്കാതെ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ സാധിക്കും. എന്റേതായിട്ടുള്ള ഒരു 10,000 രൂപ കോൺട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ, ഈ ബിസിനസ് TC ആകാത്ത ഒരു ഡിസ്ട്രിബ്യൂട്ടർ, വെറി സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ കാര്യമാണ്. 10,000 രൂപയുടെ ബിസിനസ് എന്തുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൂടാ? 10,000 രൂപയുടെ ബിസിനസ് കൊണ്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും നമ്മുടെ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഒരു 10 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തുകൂടാ? ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നിങ്ങളെ സഹായിക്കാൻ നിരവധി ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക. ദെൻ ചെയ്യരുതാത്ത കാര്യമുണ്ട്. കമ്മിറ്റ്മെന്റ് ഭാഗം തന്നെയാണ് ചെയ്യരുതാത്ത കാര്യം. ഒന്ന്, ജീവിതത്തിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യുമ്പോൾ അപ്ലൈനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ചില ആശയങ്ങളൊക്കെ വരും, ചിലപ്പോൾ നമുക്ക് ചില ഐഡിയാസ് വരുന്ന സമയത്ത് അതിന്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് സമയം ലാഭം ഉണ്ടാവും, പൈസ ലാഭം ഉണ്ടാവും. ലയൺസ് ക്ലബ്ബിൽ പോയി മീറ്റിംഗ് ചെയ്യാം, അത് ഈ ഐഡിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ചിലപ്പോൾ ഫീസിബിൾ ആയിരിക്കില്ല. അപ്പൊ എന്തെങ്കിലും ഈ ബിസിനസ് പുതുതായിട്ട് ആദ്യം ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈനോട് ചോദിക്കുക ചെയ്യണോ വേണ്ട. അപ്ലൈൻ അറിയാതെ ഒരു കാര്യം ചെയ്യരുത്. കാരണം നമുക്ക് തോന്നും
നമ്മൾ അപ്ലൈനേക്കാളും പ്രായം കൂടിയ ആളാണ്, വിവരം കൂടിയ ആളാണ്, എല്ലാം തോന്നും. പക്ഷെ അപ്ലൈൻ അറിയാവുന്നത്ര ഈ ബിസിനസ് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആക്റ്റീവ് അപ്ലൈനുമായിട്ട് ചോദിച്ചിട്ടെടുക്കാം. രണ്ടാമത്തെ കാര്യം, നെവർ പാസ് എനി നെഗറ്റീവ് ഡൗൺലൈൻ ഓർ ക്രോസ് ലൈൻ. ഏതെങ്കിലും തരത്തിൽ ഈ ബിസിനസിനെ കുറിച്ച് ഒരു നെഗറ്റീവോ അല്ലെ ജീവിതത്തിനെ കുറിച്ചുള്ള നെഗറ്റീവോ ചില ആൾക്കാർക്കുണ്ട്. പെസിമിസ്റ്റിക് ആണ് ജീവിതം എപ്പോഴും. ചോദിക്കുമ്പോൾ തന്നെ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യം തന്നെ നെഗറ്റീവാണ്. നമ്മൾ പറയാം കുഴപ്പമില്ല. ഈ കുഴപ്പമില്ലാത്തതിനകത്ത് ആദ്യത്തെ ഭാഗം കുഴപ്പമാണ്, മനസ്സിലായില്ലേ? പിന്നെയാണ് ഇല്ല എന്നുള്ളത് മനസ്സിലായത്. നമ്മുടെ ബ്രെയിനിൽ കയറുന്ന ഭാഗം കുഴപ്പമാണ്, അഡ്ജക്റ്റീവ്സ് കയറാറില്ല. അപ്പൊ നമ്മൾ മനസ്സിലാവേണ്ട കാര്യം, സബ് കോൺഷ്യസിൽ കയറുന്നത് കുഴപ്പമാണ്. കുഴപ്പമില്ല എന്ന് പറയരുത്, അതിന് വരാം നന്നായി പോകും എന്ന് പറയാം. നമ്മൾ ഒരാൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഭയങ്കര ടഫാന്ന് പറയുന്നതാണോ നന്നായി പോകുമെന്ന് പറയുന്നതാണോ നമുക്കൊരു എനർജി തരുന്നത്? നന്നായി പോകുന്നു പറയുന്ന മറ്റേ കേൾക്കുന്ന പുള്ളിക്ക് ചിലപ്പോൾ വിഷമം തോന്നുന്നു, നന്നായി പോകുന്നുണ്ട്, നല്ലതാണ്, പക്ഷെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ല നമ്മൾ ചെയ്യേണ്ടത്. സോ നെഗറ്റീവ് ചെയ്യുക. അത് ബിസിനസ്സിനകത്ത് ചിലപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും. അത് അപ്ലൈനോട് ചോദിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ ചില കോമ്പിനേഷൻസ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അത് താഴെയുള്ള ആൾക്കാരോട് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, മുകളിലുള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാം. ദെൻ ക്രോസ് ലൈനുമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കരുത്. നിങ്ങളുടെ ടീമിൽ അല്ലാത്ത ആൾക്കാരെ നിങ്ങൾ മത്സരത്തും കാണും, പരിചയപ്പെടും. നിങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യാത്ത ചില ആൾക്കാരെ ചിലപ്പോൾ കാണും. അവരോടൊക്കെ പോയിരുന്ന് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഒരു കാരണവശാലും ബിസിനസ് കുളവാക്കും. കാരണം അതൊക്കെ നമ്മുടെ ബിസിനസിന് ലോങ് ടൈമിൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ദെൻ ആരുടെങ്കിലും സമയം, പൈസ, ഫാമിലി ഇതുമായിട്ട് മിസ്സപ്പ് ചെയ്യരുത്. ആരുടെങ്കിലും പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുക്കണം. ആരുടെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കാനൊക്കെ പൈസകൾ തരുന്നുണ്ട്, കടം മേടിക്കുന്ന പരിപാടി നിർത്തുക. പ്രത്യേകിച്ച് നമ്മുടെ ടീമിൽ നിന്ന് അപ്ലൈനോട് ഡൗൺലൈനും. ദെൻ സമയം എന്നുള്ളത് ചില സമയത്ത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലാവുന്ന സമയത്ത് പറഞ്ഞ സമയത്ത് എത്തുക. ടൈമിംഗ് നമ്മുടെ പ്രൊഫഷണലിസമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. നമ്മൾ നിരന്തരമായിട്ട് ലേറ്റ് ആകുന്ന വ്യക്തിയാണ് നമ്മുടെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും. ദെൻ ഫാമിലി, നമ്മളൊരു ഫാമിലി ആയിട്ട് വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അവരെ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ആ ബന്ധങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അടുക്കള വരെ കയറാവുന്ന ബന്ധം ഉണ്ടാവും, കയറിക്കോ, പക്ഷെ അവിടെ തന്നെ താമസമാക്കരുത്. ആ ബന്ധങ്ങളൊക്കെ തന്നെ ലിമിറ്റിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള യാതൊരു പ്രശ്നത്തിലും ചെന്ന് ചാടരുത്. അതായത് സമൂഹം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ ഇമ്മോറലായിട്ടോ അല്ല അങ്ങനത്തെ പരിപാടികളിലേക്ക് ഒന്നും പോകാതിരിക്കുക. ദെൻ നെവർ മേക്ക് എനി അൺവാണ്ടഡ് ക്ലെയിംസ്. വേണ്ടാത്ത ക്ലെയിമുകൾ ഈ പ്രൊഡക്റ്റിന് നമ്മൾ 95 ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ തളർന്നു കിടന്ന ഒരാൾ എഴുന്നേറ്റ് നടന്നു പറഞ്ഞ് വെറുതെ തള്ളരുതൊന്നും വേണ്ട. ഈ പ്രൊഡക്റ്റിന്റെ ശരിക്കുള്ള റിസൾട്ട് തന്നെ നമുക്ക് തള്ളലായിട്ട് തോന്നും. നിങ്ങളായിട്ട് എക്സ്ട്രാ തള്ളണ്ട. നിങ്ങളുടെ കമ്പനി പറയുന്നതോ നിങ്ങൾക്ക് നേരിട്ട് ഉപയോഗിച്ചോ നിങ്ങളുടെ അപ്ലയൻസ് നിങ്ങൾക്ക് ഉപയോഗിച്ച് റിസൾട്ട് പറഞ്ഞതോ കാര്യങ്ങൾ മാത്രമേ മറ്റൊരാൾ പറയാവുള്ളൂ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്ലെയിം, അതായത് ഈ പ്രൊഡക്റ്റ് മാജിക്കൽ ഹെർബോർഡ് ഒന്നും അല്ല, ഈ മാജിക്കൽ ഹെർബ് എന്ന് വേണേൽ പറയാം, മാജിക്കൽ മെഡിസിൻസ് ഒന്നും അല്ല, ഇത് കഴിച്ചാൽ പെട്ടെന്ന് ചാടി അങ്ങനെയൊന്നും അല്ല. ഇതിന് ഏത് കാര്യത്തിനും പ്രത്യേകിച്ച് ആയുർവേദത്തിന് അതിൻ്റെതായ സമയമുണ്ട്. ഇത് നാച്ചുറൽ ആണെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ ടീമിലുള്ള റിസൾട്ട്, അപ്ലയൻസ് ഒക്കെ പറഞ്ഞ റിസൾട്ടോ കമ്പനി പറയുന്ന റിസൾട്ടോ ഉറപ്പായിട്ടും പറയാം. പക്ഷെ അതിന് പുറത്തുനിന്ന് നിങ്ങളും കൂടെ കയ്യിലിട്ടിട്ട് ജഗദീശ്വരിമാർ പറഞ്ഞ 2 എന്റെ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് പറയണ്ട. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം, എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞാലും അതിന് പുറകില് നിങ്ങൾക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യരുത്. ഇത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ 7 കാര്യം പറഞ്ഞാൽ ആദ്യത്തെ നമുക്ക് ഡ്രീംസ് ആൻഡ് ഗോൾസ്, 2 കമ്മിറ്റ്മെന്റ്, 3 ഡു ഡെയിലി ആക്ടിവിറ്റീസ്. ദിവസവും കുറച്ച് സമയം ബിസിനസ് വേണ്ടി മാറ്റി വെക്കും. നമുക്ക് മഴയും വെയിലും ഒന്നും ഇല്ലാത്തൊരു ദിവസം കാണാനിരുന്ന ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പരിപാടികളില്ലാത്തൊരു സമയം കാണാൻ ജീവിതത്തിൽ ഒന്നും കാണാൻ സമയം ഉണ്ടാവില്ല. സോ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാം. ബേസിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ കൂടെ ഇരുന്ന് അയാളെ ലിസ്റ്റ് ബിൽഡ് ചെയ്യാം. നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് ഗൈഡിനകത്ത് നിരവധി ലിസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള കോളംസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അടുത്ത ബന്ധുക്കള്, നമ്മുടെ അകന്ന ബന്ധുക്കള്, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാര്, കൊളീഗ്സ്, അങ്ങനെ എത്രയോ പേജ്, ഏകദേശം 250ഓളം ലിസ്റ്റ് എഴുതാനുള്ള സ്ഥലമുണ്ട്. അത് നിങ്ങൾക്കത് മറക്കാതിരിക്കാനായിട്ട് ഓരോ തരത്തില് നെയ്ബേഴ്സ്, കൂടെ പഠിച്ചവര്, അവരെ ക്ലാസ്മേറ്റ്സ്, ഇതിന്റെ ഒക്കെ തന്നെ എഴുതാനുള്ള സ്ഥലമുണ്ട്. പരിചയക്കാര്, വർക്ക് ചെയ്തവര്, സ്കൂൾ കോളേജ് മേറ്റ്സിന്റെ ഒക്കെ എഴുതാനുള്ള സ്ഥലമുണ്ട്. ഈ ലിസ്റ്റ് എഴുതാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഈ ബുക്കിനകത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്താ ഉള്ളത്? പുതിയ ഒരാളെ നമ്മൾ ഈ ബിസിനസിന്റെ ഈ ബുക്കൊക്കെ എടുത്ത് ചെയ്യിപ്പിക്കുകയാണുണ്ടാകുന്ന ഗുണം എന്താ അറിയാം? അയാൾക്ക് മനസ്സിലാവും അയാൾ എന്തോ ഒരു കാര്യം ചെയ്യുകയാണ്. അതായത് ഒരു ചെറിയൊരു പേപ്പറിൽ ഇതുപോലെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ, ഇതുപോലെ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്ത് ഇതിന്റെ അകത്ത് എഴുതിപ്പിച്ച ലിസ്റ്റ് എഴുതിപ്പിക്കുന്നതാണോ, ഇതുപോലെ ഒരു പ്രോപ്പർ സക്സസ്ഫുൾ ബ്രാൻഡിംഗ് ഉള്ള ബുക്കുകൾ എഴുതിപ്പിക്കുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാകാം. അത് നിങ്ങളൊരു പ്രൊഫഷണലിസം ആണെന്നുള്ളത് മനസ്സിലാകാനായിട്ട് അത് മാത്രം മതി. ലിസ്റ്റ് എഴുതിപ്പിക്കുക, ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം, മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതൊരു ഇതാണ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് വെക്കുന്നുണ്ടാവും. ആ ഹോം മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ GTS ഉണ്ടാവും, അങ്ങനത്തെ മീറ്റിംഗിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം. ഈ ബിസിനസിന്റെ പ്ലാനോ പ്രൊഡക്റ്റോ ഒരാളെ കാണിക്കുക, അതെല്ലാം ആക്ടിവിറ്റീസ് ആണ്.
ഫോളോ അപ്പ് ചെയ്യുക. ഇന്നലെ പ്ലാൻ കാണിച്ച ആളെ, മിനിങ്ങാന്ന് പ്ലാൻ കാണിച്ച ആളെ ഫോളോ അപ്പ് ചെയ്യുക, അയാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്നലെ മിനിങ്ങാന്ന് ബിസിനസിന്റെ പ്രൊഡക്റ്റ് കാണിച്ച ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഫോളോ അപ്പ് ചിലപ്പോൾ 3-4 പ്രാവശ്യം ചെയ്താലായിരിക്കും റിസൾട്ട് വരിക. ഈ ഫോളോ അപ്പ് നിരന്തരമായിട്ട് പ്ലാൻ കാണിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യാതെ ഒത്തിരി മഹാന്മാർ നമ്മളോട് ഉണ്ട്. ഇവർക്ക് റിസൾട്ട് ഉണ്ടാവത്തില്ല. എന്നിട്ട് എന്താ കുഴപ്പം? വെറുതെ ഇങ്ങനെ കറങ്ങിയത്. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ സമയം പോകുന്നുള്ള, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ആൻഡ് റീഗൺസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഡെയിലി നിങ്ങൾ ഒരെണ്ണമെങ്കിലും ചെയ്തിട്ടുണ്ടാകും. ഒന്നിൽ കൂടുതൽ ചെയ്യാം. എഴുതിയ ആളെ ലിസ്റ്റ് പിന്നെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് തന്നെ പോയി പിന്നെ ഇൻവിറ്റേഷൻ നടത്തുക എന്നുള്ളതല്ല. പല ആൾക്കാർ ബിസിനസ് സെൻസ് ആയിരിക്കണം. ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അത് ചെയ്യുന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകും. അത് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. സോ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, സ്റ്റാർട്ട് എവറി ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ പെർഫെക്റ്റ്ലി. നിങ്ങളുടെ കൂടെ വരുന്ന ഓരോരുത്തരെയും ആദ്യത്തെ ഒരു 3 to 6 months കൈ പിടിച്ചിടാം. 3 മാസമെങ്കിലും ഹാൻഡ് ഹോൾഡ് ചെയ്യുക. കാരണം അവർക്ക് നമ്മുടെ കൂടെ ബിസിനസ് വരുന്ന ആൾക്കാര് വെറുതെ കലക്കിന്റെ മുകളിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാകാനുള്ള യാതൊരു സാധ്യതയില്ല. അങ്ങനെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റിയെന്ന് വരത്തില്ല. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ ബിസി ആയിരിക്കുന്ന ആളാണ്. ഞാൻ എത്രയോ കാര്യങ്ങൾ ഇൻവോൾവ് ആയിരുന്നു ഈ ബിസിനസ് വന്നപ്പോൾ. വേണ്ടതും വേണ്ടാത്തതുള്ള കാര്യം, നമുക്ക് പരിസ്ഥിതി സംരക്ഷണം, റെസിഡൻഷ്യൽ അസോസിയേഷൻ, എന്തൊക്കെ പരിപാടി ഇല്ലാത്ത അതിനകത്തൊക്കെ നമ്മളുണ്ട്. നമുക്ക് കാരണം നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആൾക്കാർ നമ്മൾ പറയും നമ്മൾ ഇതിനകത്ത് വരും, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കിയാൽ പാട്ടിന്റെ കൂട്ടായ്മ, ഇങ്ങനെ പല സംഭവങ്ങളും ഇതിനകത്ത് വന്ന് എന്നെ അതിൽ നിന്ന് വലിച്ചെടുത്ത് മാറ്റി ഈ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിച്ച് എന്റെ അപ്ലൈ. നമ്മൾ പല കാര്യം ഒരു ദിവസം ഫ്രീ അല്ലായിരുന്നു, കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ, എല്ലാ ദിവസവും ബിസിയാണ്. അപ്പൊ അതിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ ലാസ്റ്റ് കോട്ടയത്ത് SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഇശൈനില എന്നൊരു പ്രോഗ്രാം, പാട്ടിന്റെ ഒരു വലിയൊരു ഒരു കൺസേർട്ട് വെച്ച ദിവസം അതിന്റെ കോർഡിനേറ്റിംഗ് കമ്മിറ്റിക്കകത്തുണ്ടായിരുന്ന ഞാൻ ആ പരിപാടി വിട്ടിട്ട് തിരുവനന്തപുരത്ത് മീറ്റിംഗിന് പോയ അവസ്ഥ പറഞ്ഞാൽ വിശ്വസിക്കും. ജീവിതത്തിലൊരു നഷ്ടമാണ്, അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് നഷ്ടമായിട്ട് തോന്നി. പക്ഷെ ബിസിനസ്സുമായിട്ട് നോക്കിയാൽ നഷ്ടമൊന്നുമല്ല. കാരണം അന്ന് എന്റെ ടീമിൽ എന്റെ അപ്ലൈൻ ആകെ ഒരു ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ടീമുണ്ട്, തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വെക്കാന്ന് ഞങ്ങൾ അങ്ങ് പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അടുത്ത് ഏറ്റവും ഫ്രണ്ട് ഇരിക്കാനുള്ള പാസ് ഉണ്ട്. എന്റെ ഒരു സുഹൃത്തിന് കൊടുത്ത് വേറെ 3 പേര് അവർ പോയി. ഞാൻ ലതയും കൂടെയാണ് പോയത് തിരുവനന്തപുരം. ഞാൻ നാട്ടിൽ ഈ ബിസിനസ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ തലേദിവസം പോലെ അവിടെ കണ്ടാനെ, സ്റ്റേഡിയത്തിൽ കണ്ടാനെ. ഞാനിത് പറയാനുള്ള കാര്യം, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഒരു നല്ല ഓറിയന്റേഷൻ കൊടുത്ത് ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയോറിറ്റി ആക്കി മാറ്റണം. അതിന് നമുക്ക് ഏറ്റവും നല്ല ടൂൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഗൈഡ്. അതൊരു പ്രൊഫഷണലിസം ഒരാളെ കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഇതാണെന്നുള്ളത്. രണ്ടാമത് നമുക്ക് വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അവരെ കൂടെ പല മീറ്റിങ്ങുകളും നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകണം. അവരുടെ വീട്ടിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തണം, ചിലപ്പോൾ 1, 2, 3 മീറ്റിംഗ് നടത്തണം. അവർ പുതുതായിട്ട് കൊണ്ടുവന്ന ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യണം. അവർ കൊണ്ടുവന്ന പുതിയ ആൾക്കാർക്ക് പ്രൊഡക്റ്റിന്റെ സംശയങ്ങൾ ഉണ്ടാവും, അത് പറഞ്ഞു കൊടുക്കണം. അവർക്ക് തന്നെ സംശയങ്ങൾ ഉണ്ടാവും, അത് പറഞ്ഞു കൊടുക്കണം. അവരെ മീറ്റിങ്ങിൽ നമ്മൾ ചിലപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും തിരിച്ച്. ഇതൊക്കെ നമ്മൾ ചെയ്താലേ ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. 3 മാസത്തേക്കെങ്കിലും കൈപിടിച്ച് നടത്തണം. അവരെ ശരിക്കും ഈ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ, ഈ ബിസിനസിന്റെ ബേസിക്സ് പഠിപ്പിക്കാനായിട്ട് കഴിയുന്നത്ര സമയം ചെലവഴിക്കാം. നിങ്ങൾ ഇതിനകത്ത് പഠിക്കണമെങ്കിൽ വലിയ ടീച്ചറൊന്നും ആകണ്ട. പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ വലിയ സ്പീക്കർ ആകണം, ടീച്ചർ ആകണം, അതിന്റെ ഒന്നും ആവശ്യമില്ല. കോമൺ ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ആ സാധനങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ദെൻ 5ാമത്തെ പോയിന്റ്, മുകളിൽ നോക്കിയ പോയിന്റ്സ് കാണാൻ പറ്റും. ബിൽഡ് ഡെപ്ത് ഇൻ ഓർഗ് 1 and 2. 2 ഓർഗനൈസേഷൻ വേണം നിങ്ങൾക്ക്, 2 ടീം വേണം. ഈ 2 ടീം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ടീമിലും നിങ്ങൾ പുതിയ ആൾക്കാരെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. മിനിമം ഞാൻ പറയുന്നത് 5 പേരെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് 5 പേരെങ്കിലും ഓർഗ് 1 ലും 2 ലും കൊണ്ടുവരണം. 1 മാസം കൊണ്ട് കൊണ്ടുവരണം എന്നല്ല പറഞ്ഞാൽ, ചില ആൾക്കാർ ഒരാഴ്ച കൊണ്ട് കൊണ്ടുവരും, ചില ആൾക്കാർ 2-3 മാസം എടുക്കും. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഫോക്കസ് വേണം. ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള, ജീവിതത്തിൽ നല്ല ആറ്റിറ്റ്യൂഡുള്ള, ജീവിതത്തിനെ കുറിച്ച് നല്ല പ്രതീക്ഷയുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ എളുപ്പമായി. സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഓർഗ് 1 ലും 2 ലും ക്രിയേറ്റ് ചെയ്യുക. അവരെ സ്പോട്ട് ചെയ്യുക. അവരെ ബിസിനസിന്റെ കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കുക. അവരെ ചിലപ്പോൾ രാവിലെ 6 മണിക്ക് 6:30 വിളിച്ച് എഴുന്നേൽപ്പിച്ച് മീറ്റിംഗ് കയറ്റുക. അവരെ ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസിന്റെ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലീഡറായിട്ട് മാറ്റുക. അവരെ ശരിക്കും പറഞ്ഞാൽ പാഷനേറ്റ് ആയിട്ട് മാറ്റുക. അത്ര ഉള്ളൂ നിങ്ങളുടെ പണി. അത് കഴിഞ്ഞ് അവരോട് ചേർന്ന് നമ്മൾ ഭയങ്കര എളുപ്പമായിരിക്കും. സക്സസ് പരീയുടെ സിസ്റ്റം പഠിപ്പിക്കുക. സക്സസ് പരീയുടെ സിസ്റ്റം അവർ പഠിക്കുന്നതോറും അവർക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ടീം ഉണ്ടെന്നുള്ള മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള അപ്ലൈനുമായിട്ട് അവരെ കണക്ട് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങളുടെ ടീമിൽ വരുന്ന പുതിയ ആൾക്കാരെ നമ്മൾ മാത്രം കൈകാര്യം ചെയ്യരുത്. കാരണം നമ്മൾ മാത്രം കൈകാര്യം ചെയ്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഏതൊരാളെ നമ്മൾ അപ്ലൈൻസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിനകത്ത് ഇനിയും വേറെ ആൾക്കാരുണ്ട്, കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും. അപ്ലൈൻ നിങ്ങൾ എഡിറ്റ് ചെയ്തോളൂ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടീം ഉണ്ടാക്കാൻ പറ്റില്ല. സോ 5 ഫംഗ്ഷൻ എങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരാളെ സക്സസ് പീരീഡ് 5 ഫംഗ്ഷൻസുമായിട്ടെങ്കിലും കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം. ദെൻ വീക്കിലി അവരെ നിർബന്ധമായിട്ട് NDOയ്ക്കകത്ത് പങ്കെടുക്കുക. ഈ സ്റ്റാർട്ടപ്പ് ഗൈഡ് അവർക്കൊന്ന് മേടിച്ചു കൊടുക്കുക. അത് 10 പ്രാവശ്യം വായിച്ചാൽ NDO ആയി, വേറെ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. ദെൻ ഹാവ് മെന്റർ.
നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒരു മെന്റർ, ഒരു ഗുരു, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഗൈഡ് നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, നമ്മൾ ഇങ്ങനെയാണോ പോകേണ്ടത്, നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ഒരു ഗുരു ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ഗുരുവാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ഇതൊരു ബിസിനസ് മാത്രമല്ല, ഇത് നമ്മളെ ജീവിതത്തിനെ അടിപൊളി മാറ്റി വെക്കുന്ന ഒരു ജീവിത രീതി കൂടി ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ കൃത്യമാണെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റും. പ്രോഗ്രസ് ചെക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ നിങ്ങൾ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. നിങ്ങൾ മാറ്റം വരുത്തിയാൽ നമുക്ക് ഈഗോ കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തില് പലപ്പോഴും നമ്മൾ ഈഗോ വെച്ച് നടക്കുന്ന ആൾക്കാർ, നമ്മുടെ അപ്ലൈ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ അല്ലെ കൂടുതൽ വിദ്യാഭ്യാസം കുറഞ്ഞ കൂടി അല്ലെങ്കിൽ സ്റ്റൈല് കുറഞ്ഞാൽ കൂടി അതൊന്നും ജീവിതത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ ഡോളി ജയന്റെ ഇന്നലെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു. അവര് 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ചിലപ്പോൾ സാരി എടുക്കാൻ പഠിപ്പിക്കുന്നവര് അവരോട് ചോദിച്ചാൽ എവിടം വരെ പഠിച്ചിട്ടുണ്ട്? 7ാം ക്ലാസ് വരെ അവർ പഠിച്ചു. 7ാം ക്ലാസ് കഴിഞ്ഞപ്പം ഈ കൊച്ചിന് വേറെ എന്തോ പ്രശ്നം വന്ന് വേറെ എന്തെങ്കിലും ബിസിനസ്സിന് പോയി അവരെ നല്ലൊരു ഭവനിലോട്ട് കുത്തിച്ചു 10 കഴിഞ്ഞപ്പോൾ 12 കഴിഞ്ഞു. ഞാൻ പറയുന്നത് പഠിത്തമായിട്ട് ജീവിതത്തിന് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് പഠിത്തത്തിന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പഠിത്തം വളരെ ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ജീവിതത്തിൽ പിന്നീടുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യം. സോ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ബിസിനസ് വരുത്തണം, അത് കറക്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോകാം. നിങ്ങളുടെ ആക്ഷൻസ് ഷാർപ്പൺ ചെയ്യുക. ഡെയിലി ഒരു ടീമിൽ ഒരു ടാർഗറ്റ് ഇടുക. ഇപ്പൊ നിങ്ങളൊരു DTC റാങ്കിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡെയിലി 10,000 രൂപയുടെ ബിസിനസ് ഡെയിലി ടീമിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള വാശി പിടിക്കുക. ഡെയിലി 10,000 രൂപയുടെ ബിസിനസ് ഞാൻ ടീമിന് ക്രിയേറ്റ് ചെയ്യും. ടീമിൽ 10-12 പേരുണ്ടല്ലേ, 15 പേരുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ആഴ്ചയിൽ ഒരാൾ 10,000 വെച്ച് ചെയ്താൽ, ദിവസം ഒരാൾ ആഴ്ചയിൽ ഒരാൾ 10,000 വെച്ച് ചെയ്താൽ 10,000 രൂപ ബിസിനസ് ആകും. പക്ഷെ അത് നമുക്ക് ഫോക്കസ് ഉണ്ടാണ്. അല്ലെ ഡൗൺലൈൻ എല്ലാം കൂടെ ചെയ്യുന്നത് നമ്മൾ വീട്ടിലിരുന്നൊരു കാര്യമുണ്ടോ? നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് 10,000 റുപ്പീസിന്റെ ബിസിനസ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യും. ഡെയിലി 10,000 ബിസിനസ് ക്രിയേറ്റ് ചെയ്താൽ മാസം 3 ലക്ഷം രൂപ ബിസിനസ് ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വരുമാനം സ്റ്റേബിൾ ആവും ഇല്ലെന്ന് ആലോചിച്ച് നോക്കുക. അതിന് നമ്മളാണ് തീരുമാനം. നിങ്ങളുടെ ബിസിനസ് ഡൗൺലൈനിൽ നല്ല തുടങ്ങും. നിങ്ങളുടെ ഡൗൺലൈനിലോട്ട് നോക്കി അവരെന്താ ചെയ്യാതെ നോക്കിയിരുന്ന് നടക്കുമോ? ഇല്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളത് മനസ്സിലാക്കൂ. സോ ഇത് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം, ഇതിനകത്ത് 2 തരത്തിലുള്ള വരുമാനം. വീക്കിലി കമ്മീഷൻ ഉണ്ട്, മന്ത്ലി കമ്മീഷൻ. വീക്കിലി കമ്മീഷന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തുക. എല്ലാ വെള്ളിയാഴ്ചയും ചെറിയ വരുമാനം നിങ്ങൾക്കും ടീമിലുള്ള കീ ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടണം എന്നൊരു വാശി പിടിക്കുക. ഒന്നുകൂടെ പറയാം, എല്ലാ വെള്ളിയാഴ്ചയും ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ടീമിലുള്ള 1, 2, 3, 4, 5 എത്രയൊക്കെ ചെയ്യാറുള്ള ആൾക്കാർ അവർക്കെല്ലാം ചെറിയൊരു വരുമാനമെങ്കിലും കിട്ടണം എന്നൊരു വാശി നിങ്ങൾ പിടിക്കുക. അത് നാളെ വലുതായിക്കോളും, വലിയ വരുമാനമായിക്കോളും. TC ആൻഡ് അബോവ് ആൾക്കാർക്ക് മന്ത്ലി വരുമാനമുണ്ട്, പെർഫോമൻസ് ബോണസ് ഉണ്ട്. അതിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ടീമിൽ 2 ഫാസ്റ്റ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് പെർഫോമൻസ് ബോണസ് കിട്ടും. അതിലേക്ക് ഫോക്കസ് ചെയ്യാം. സോ നമുക്കാണ് വാശി ഉണ്ടാണ്ട്, നിങ്ങൾക്കാണ് വാശി ഉണ്ട് അതിലേക്ക് എത്തിക്കാന്നുള്ളത്. സോ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് ഈ ബിസിനസ്സിനകത്ത് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും നല്ല ബിസിനസ്സിനകത്താണ്. ഏറ്റവും നല്ല റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിൽ ഗേറ്റ്സിനോട് ഒരാള് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സക്സസ്? നിങ്ങളുടെ വിജയത്തിന്റെ പുറകിലത്തെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു 2 കാര്യം. ഐ വാസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഞാൻ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് വന്നു. 2ാമത്തെ കാര്യമാണ് പ്രധാനപ്പെട്ടത്, എനിക്കത് തിരിച്ചറിയാൻ പറ്റി. ഞാൻ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് വന്നു. ഇവിടെ പല ആൾക്കാരും വന്നു, അറിഞ്ഞോ അറിയാതെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒക്കെ ഈ ബിസിനസ്സിനകത്ത് വന്നു. നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം? കാരണം ഇന്നൊരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ്. സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ്. അതിനേക്കാൾ ഉപരി ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകൾ അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്ന് പറയുന്ന ലെവലിലാണ്. അതിനേക്കാളും വലിയ സംഭവമാണ് ഡയറ്ററി സപ്ലിമെന്റ്, ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ഇല്ലാതെ ജീവിതത്തില് നല്ല ആരോഗ്യം നിലനിർത്താൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് മനുഷ്യൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 വർഷം കഴിയട്ടെ അപ്പൊ മനസ്സിലാവും. 2-3 വർഷം കഴിയുമ്പോൾ മനസ്സിലായത് എവിടെ എത്തും എന്നുള്ളത്. നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ചരിത്രപരമായിട്ടൊരു വിഡ്ഢിത്തരമായിട്ട് ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ അബദ്ധം ഉണ്ടാകാനില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം നിങ്ങൾ എത്തിയിട്ടുണ്ട്. ആൻഡ് നൗ റിയലൈസ് ദാറ്റ് യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒരു ഡെഡിക്കേഷനും പാഷനും കൂടി ബിൽഡ് ചെയ്യാം. കൂടുതലൊന്നും നമ്മൾ ഇതിനകത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല. വിന്നിങ് ഈസ് ഓൾവേസ് എ ഡിസിഷൻ. ഈ പിക്ചർ ഒന്ന് നോക്കുക. ഈ പിക്ചറിലുള്ള ഒരു വ്യക്തിക്ക് ഒരു കാലില്ല. അദ്ദേഹം ഓടുന്ന ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഈ കാലിന് പറയുന്നത്. ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഓടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഓടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പാഷൻ ആയിരുന്നിരിക്കാം. 2 കാലും 2 കൈയും 2 മൂക്കിന്റെ 2 ഹോളും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാര്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ?
എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്? എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യണം. പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബിസിനസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പൈസ ഉണ്ടാവട്ടെ, പൈസ ഉണ്ടായിക്കോളും, പൈസ ഉണ്ടാകണമെന്ന് നിങ്ങൾക്കും എനിക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. ഈ എക്സ്ട്രാ ഓർഡിനറി സാധനം ചെയ്യാനുള്ള അവസരം വന്നപ്പോൾ നമ്മൾ അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക, അത് ചെയ്യുക, ഈ ട്രെൻഡിന്റെ കൂടെ നിൽക്കുക. ഞാൻ എന്നും പറയാറുള്ള പോലെ കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിലെ മില്യനേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിൽ 75% ആൾക്കാരും NRI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. പക്ഷെ ഇനി വരാൻ പോകുന്ന 10 വർഷത്തേക്ക് ഇന്ത്യയിൽ പുതുതായിട്ടുണ്ടാകുന്ന, പ്രത്യേകിച്ചും കേരളത്തിൽ പുതുതായിട്ടുണ്ടാകുന്ന മില്യനേഴ്സില് 4/1 25% മില്യനേഴ്സും ഡയറക്ട് സെല്ലിംഗ് എന്നായിരിക്കും. നിങ്ങൾ അപ്പോൾ ആ സമയത്ത് അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. ഡയറക്ട് സെല്ലിംഗ് നടക്കോ ഇല്ലയോ എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് നടന്നോളൂ. സക്സസ് വരെ നടക്കോ ഇല്ലയോ എന്ന് ആലോചിച്ച് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, അത് നടന്നോളൂ. മൈ ലൈഫ് നടക്കുമോ എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് നന്നായിട്ട് നടന്നു. നിങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള ഓർത്ത് മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. നിങ്ങളുടെ അപ്ലൈനെ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഫോക്കസ് 24 2024 1 ലക്ഷം രൂപ വരുമാനം എത്താൻ പറ്റുന്ന ഒരു 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 പ്രൊജക്ട് നമുക്ക് റൺ ചെയ്യുന്നുണ്ട്. ബെറിഡേക്ക് മുമ്പ് നിങ്ങൾ അതിന്റെ ഭാഗമാകുക. സോ ഗ്രോ വിത്ത് സക്സസ് ബെറി ഗ്ലോബൽ. സക്സസ് ബെറി ഗ്ലോബലിന്റെ കൂടെ വളരുക. നിങ്ങൾക്ക് സക്സസ് ബെറി ഈസ് യുവർ ഗോൾഡൻ വിങ്സ് ടു ഫ്ലൈ. നിങ്ങൾക്ക് പറക്കാനുള്ള സ്വർണ്ണ ചിറകുകളുള്ള പഴഞ്ഞു നടക്കരുത്. പറക്കണം, മഴവിലിന്റെ മുകളിൽ പറക്കണം, അതിന്റെ മനോഹാരിത ആസ്വദിക്കണം. ജീവിതത്തിൽ എവിടെ എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ ഇതിനെ മാറ്റണം. സോ നമ്മള് റീഗയുടെ പാർട്ടാകുക. നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ആഴ്ച 2,10,000 വരുമാനം മേടിക്കുന്ന ഒരു പവർഫുൾ ലീഡർ ആകുക. ഒരു എഫിഷ്യന്റ്, പാഷനേറ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ലീഡർ ആയിട്ട് മാറുക. ജീവിതത്തിൽ ഏറ്റവും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഴ്ച 2,10,000 വരെ ഈ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. ആഴ്ച 2,10,000 ഈ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് എവിടം വരെ എത്താനായിട്ട് ഈ ബിസിനസ് സാധിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനുവേണ്ടി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ടീമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഒരു വലിയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നമുക്ക് വലിയ ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കാം. നിങ്ങൾ ഇതുപോലത്തെ മീറ്റിംഗിൽ രാവിലെ എല്ലാവരെയും പങ്കെടുപ്പിക്കുക. നാളെ വളരെ പവർഫുൾ ആയിട്ടുള്ള സെഷൻ ഉണ്ട്, ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ടീമിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും പങ്കെടുപ്പിക്കുക. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ കാണുന്ന ഏറ്റവും വലിയ ശക്തി എന്റെ ലീഡേഴ്സാണ്, നമ്മുടെ കൂടെയുള്ള സക്സസ്ഫുൾ ലീഡേഴ്സാണ്. നാളെയും മറ്റന്നാളും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഇതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് പറയാൻ പറ്റുന്ന, വളരെ ഇഫക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന ലീഡേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ഒരിക്കലും മിസ്സാകരുത്. അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക. ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് 2 എന്റെ അപ്ലൈ ചെയ്തോളും, 3 എന്റെ ഭർത്താവ് ചെയ്തോളും, 2 പറ്റുള്ള ഞാൻ ചെയ്യാന്ന് പറഞ്ഞതിൽ ഒരു കാര്യമില്ല. 7 നിങ്ങൾ ചെയ്യേണ്ടതാണ്, 7 നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്, 7 നിങ്ങൾ ഡൗൺലൈൻ ചെയ്യേണ്ടതാണ്. ഇതൊരു കോമ്പിനേഷൻ ലോക്ക് പോലെയാണ്. സോ ലെറ്റ്സ് ഡു ദാറ്റ് ആൻഡ് ക്രിയേറ്റ് എ ഗ്രേറ്റ് ലൈഫ്. നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, നല്ലൊരു നേട്ടം ഉണ്ടാകട്ടെ. ഈ ആഴ്ചയിൽ ഒരു 10,000 രൂപയുടെ ബിസിനസ് TCയുടെ താഴെയുള്ള ആൾക്കാർ സ്വന്തമായിട്ടുള്ള ലെവലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. 10,000 rupees ബിസിനസ്. വാശിയാണ് ജീവിതത്തിൽ എല്ലാത്തിനും കാരണം, മനസ്സിലായില്ലേ? സോ വാശിയോട് പ്രവർത്തിക്കുക. God bless you. See you tomorrow, same time, this place. Okay? God bless you. Bye bye.